ലുഡ്വിഗ് വിഗൻസ്റ്റൺ എന്ന് പറഞ്ഞാൽ 20th സെഞ്ചുറിയിലെയും അതുപോലെ തന്നെ അനലറ്റിക് ഫിലോസഫിയുടെയും ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിലോസഫേഴ്സിൽ ഒരാളാണ്. അദ്ദേഹം ജനിച്ചത് ഓസ്ട്രിയയിൽ ആൻഡ് പിന്നീട് ഒരു ബ്രിട്ടീഷ് സിറ്റിസൺ ആയിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ഫിലോസഫി മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ലാംഗ്വേജ്, മീനിങ്, ലോജിക് ആൻഡ് ഫിലോസഫിയെ കുറിച്ചാണ്. വിഗൻസ്റ്റൈൻ്റെ ഫിലോസഫിക്കൽ കരിയർ എന്ന് പറഞ്ഞാൽ യൂഷ്വലി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്, രണ്ട് പീരീഡായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. ഏർലി വിഗൻസ്റ്റൈനും ലേറ്റർ വിഗൻസ്റ്റൈനും. ഏർലി വിഗൻസ്റ്റൈനിൽ മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ട്രാക്ടറ്റസ് ലോജിക്കോ ഫിലോസോഫിക്കസിനെ കുറിച്ചും ലൈറ്റർ വിഗൻസ്റ്റൈൻ്റെ പീരീഡിൽ ഫിലോസോഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ് എന്ന് പറയുന്ന ഒരു വർക്കിനെ കുറിച്ചുമാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഏർലി പീരീഡിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ലാംഗ്വേജിന് ഒരു ഫിക്സഡ് ലോജിക്കൽ സ്ട്രക്ചർ ഉണ്ട് ആൻഡ് ആ ഫിലോസഫി ഈ സ്ട്രക്ചറിനെ ക്ലാരിഫൈ ചെയ്യുമെന്നാണ്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ലേറ്റർ പീരീഡ് എത്തിയപ്പോൾ അദ്ദേഹം ഈ വ്യൂവിനെ അദ്ദേഹത്തിൻ്റെ ഈ സ്വന്തം വ്യൂവിനെ റിജക്റ്റ് ചെയ്യുകയും എന്നിട്ട് ആർഗ്യൂ ചെയ്തു ലാംഗ്വേജിന് മീനിങ് കിട്ടുന്നത് അത് എവരിഡേ ലൈഫിലെ യൂസിൽ നിന്നാണെന്ന്. ഇനി രണ്ടായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തത് ഏർലി ഫിലോസഫി, അതായത് ട്രാക്ടറ്റസ് ലോജിക്കോ ഫിലോസോഫിക്കസ് എന്ന് പറയുന്ന ഫിലോസോഫിക്കൽ വർക്കിനെ കുറിച്ച്. ഈ ബുക്കിൽ അദ്ദേഹം ലാംഗ്വേജ്, ലോജിക്, റിയാലിറ്റി ഈ മൂന്നെണ്ണത്തിൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഏർലി വിഗൻസ്റ്റൈനെ സംബന്ധിച്ച് ഈ വേൾഡ് എന്ന് പറഞ്ഞാൽ ഫാക്ട്സിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നോട്ട് തിങ്സ്. സോ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഈ ഫാക്ട്സിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫിലോസഫിയുടെ റോൾ എന്ന് പറഞ്ഞാൽ തിയറീസിനെ ക്രിയേറ്റ് ചെയ്യുകയല്ല, പകരം ലാംഗ്വേജിനെ ക്ലാരിഫൈ ചെയ്ത് കൺഫ്യൂഷനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്ത് മെയിനായിട്ട് ട്രാക്ടറ്റസിനകത്ത് 7 തെസസ് അഥവാ തിയറീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ദ വേൾഡ് ഈസ് ഓൾ ദാറ്റ് ഈസ് ദ കേസ്, അതായത് വേൾഡിൽ മൊത്തം ഫാക്ട്സ് ആണുള്ളത്, ഒബ്ജക്ട്സ് മാത്രമല്ല. രണ്ട്, വാട്ട് ഈസ് ദ കേസ് ഈസ് ദ എക്സിസ്റ്റൻസ് ഓഫ് അറ്റോമിക് ഫാക്ട്, അതായത് ഫാക്ടിനെ ഉണ്ടാക്കിയിരിക്കുന്നത് സിമ്പിൾ ഫാക്റ്റിൽ നിന്നാണ്, സോ അതിനെ അറ്റോമിക് ഫാക്ട് എന്ന് വിളിക്കാറുണ്ട്. മൂന്ന്, എ ലോജിക്കൽ പിക്ചർ ഓഫ് ഫാക്ട് ഈസ് എ തോട്ട്, അതായത് നമ്മുടെ തോട്ട്സ് എല്ലാം നമ്മുടെ തോട്ട്സ് പിക്ചർ ചെയ്യുന്നത് റിയാലിറ്റിയാണ്. നാല്, എ തോട്ട് ഈസ് എ മീനിങ് പ്രപ്പോസിഷൻ, നമ്മുടെ തോട്ട്സ് എല്ലാം മീനിങ് ഫുൾ സെന്റൻസിലൂടെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അഞ്ച്, പ്രപ്പോസിഷൻസ് ആർ ട്രൂത്ത് ഫങ്ഷൻസ് ഓഫ് എലമെന്ററി പ്രപ്പോസിഷൻ, അതായത് സിമ്പിൾ സെന്റൻസിൽ നിന്നാണ് കോംപ്ലക്സ് സെന്റൻസസ് ഫോം ചെയ്യുന്നത്. ആറാമത്തത്, ദ ജനറൽ ഫോം ഓഫ് എ ട്രൂത്ത് ഫങ്ഷൻ ഡിസ്ക്രൈബ്സ് ലാംഗ്വേജ് ആൻഡ് ലോജിക്, ലോജിക്കാണ് ലാംഗ്വേജിന്റെയും വേൾഡിന്റെയും സ്ട്രക്ചറിനെ കാണിച്ചു തരുന്നത്. ഏഴ്, വെയർ ഓഫ് വൺ കനോട്ട് സ്പീക്ക് ദെയർ ഓഫ് വൺ മസ്റ്റ് ബി സൈലന്റ്, ചില കാര്യങ്ങൾ നമുക്ക് ലാംഗ്വേജിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല, ആ സാഹചര്യങ്ങളിൽ നമ്മൾ സൈലന്റ് ആയിരിക്കണം. ലാംഗ്വേജ് റിയാലിറ്റി റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് വിറ്റ്ഗൻസ്റ്റൈൻ വിശ്വസിച്ചിരുന്നത് ലാംഗ്വേജ് എന്ന് പറയുന്നത് റിയാലിറ്റിയെ മിറർ ചെയ്യുന്നു എന്നുള്ളതാണ്. ലാംഗ്വേജും വേൾഡും സെയിം ലോജിക്കൽ സ്ട്രക്ചറാണ് ഷെയർ ചെയ്യുന്നത്. ഒരു മീനിങ് ഫുൾ സെന്റൻസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ വേൾഡിലെ ഒരു പോസിബിൾ സിറ്റുവേഷനെയാണ്. സോ ഈ സെന്റൻസിന്റെ സ്ട്രക്ചർ റിയാലിറ്റിയുടെ സ്ട്രക്ചറുമായിട്ട് മാച്ച് ചെയ്താൽ മാത്രമേ ആ സെന്റൻസ് ഒരു സെൻസിബിൾ സെന്റൻസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അടുത്ത മെയിൻ സംഭവം പിക്ചർ തിയറി ഓഫ് മീനിങ് ആണ്. പിക്ചർ തിയറി ഓഫ് മീനിങ് വിഗൻസ്റ്റൈൻ്റെ ഏർലി ഫിലോസഫിയിലെ ഒരു സെൻട്രൽ ഐഡിയ ആണ്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, എ സെന്റൻസ് ഈസ് മീനിങ് ഫുൾ ഇഫ് ഇറ്റ് പിക്ചേഴ്സ് എ ഫാക്ട്, അതായത് വേർഡ്സ് റെപ്രസെന്റ് ചെയ്യുന്നത് ഒബ്ജക്റ്റിനെയാണ്, ഈ വേർഡ്സിന്റെ അറേഞ്ച്മെന്റ് ആണ് ഒബ്ജക്റ്റിന്റെ അറേഞ്ച്മെന്റും. സോ ഒരു സെന്റൻസ് മീനിങ് ഫുൾ ആവണമെങ്കിൽ അത് പിക്ചർ ചെയ്യുന്നത്, അത് മിറർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഉദ്ദേശിക്കുന്നത് ഒരു ഫാക്റ്റിനെ ആയിരിക്കണം. ഒരു പ്രപ്പോസിഷൻ ട്രൂ ആവണമെങ്കിൽ അത് റിയാലിറ്റിയെ മാച്ച് ചെയ്യണം. ഫോൾസ് ആയി കഴിഞ്ഞാൽ അത് റിയാലിറ്റിയെ മാച്ച് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. സെന്റൻസസിന് അതായത് ഫാക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സെന്റൻസ് മാത്രമാണ് മീനിങ് ഫുൾ. അതിനകത്ത് എത്തിക്സ്, റിലീജിയൻ, മെറ്റാഫിസിക്സ് ഇതൊന്നും മീനിങ് ഫുൾ ആണെന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത മെയിൻ ടോപ്പിക്കാണ് ഐഡിയൽ ലാംഗ്വേജ്. വിഗിൻസ്റ്റൈൻ വിശ്വസിച്ചിരുന്നത് ഒരു ഐഡിയൽ ലാംഗ്വേജ് കോൺസെപ്റ്റിലാണ്, അതായത് പെർഫെക്റ്റ്ലി ലോജിക്കൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്. ഒരു ഐഡിയൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആൻഡ് പ്രിസൈസ്, ഹാസ് നോ ആംബിഗ്വിറ്റി, റിഫ്ലക്ട് ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് ദ വേർഡ്, പിന്നെ എലമെന്ററി പ്രപ്പോസൽ, അതായത് കോംപ്ലക്സ് പ്രപ്പോസൽ സെന്റൻസ് കൊണ്ട് മെയ്ഡപ്പ് ആയിരിക്കുന്നു. ഈ ഐഡിയയാണ് പിന്നീട് ലോജിക്കൽ പോസിറ്റിവിസത്തിനെയും വിൻഡേ സർക്കിൾ പോലുള്ള കാര്യങ്ങൾക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയത്. ലാംഗ്വേജിന്റെ ലിമിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വിഗിൻസ്റ്റൈൻ ആർഗ്യൂ ചെയ്തത് ലാംഗ്വേജിന് ലിമിറ്റ്സ് ഉണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല, ഓൺലി ഷോൺ, കാണിക്കാൻ മാത്രമേ പറ്റുള്ളൂ. എക്സാമ്പിൾ എത്തിക്സ്, റിലീജിയൻ, മീനിങ് ഓഫ് ലൈഫ്, ഇതിനെക്കുറിച്ചെല്ലാം സംസാരിച്ചു കഴിഞ്ഞാൽ അത് കൺഫ്യൂഷൻ ആകും. ദെയർഫോർ ഫിലോസഫി ഈ വക കാര്യങ്ങൾ വരുമ്പോൾ സൈലന്റ് ആയിരിക്കണം എന്നാണ് വിഗിൻസ്റ്റൈൻ പറയുന്നത്. അപ്പൊ ഇതുവരെയുള്ളത് ഏർലി വിഗിൻസ്റ്റൈൻ ആണ്. അടുത്തത് ലേറ്റർ വിഗിൻസ്റ്റൈൻ അഥവാ ലേറ്റർ ഫിലോസഫി ഓഫ് വിഗിൻസ്റ്റൈൻ. അതിനകത്ത് ഫിലോസോഫിക്കൽ ഇൻവെസ്റ്റിഗേഷൻസിനെ കുറിച്ചാണ് പറയുന്നത്, ആ ഒരു വർക്കിനെ വെച്ചിട്ടാണ് പറയുന്നത്. വിഗിൻസ്റ്റൈൻ ഇവിടെ വരുമ്പോൾ ഈ മുമ്പ് ഇത്രയും പറഞ്ഞ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഏർലി വ്യൂസിനെ മൊത്തത്തിൽ റിജക്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നത് ഒരു ഐഡിയൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ഫിക്സഡ് ലോജിക്കൽ ലാംഗ്വേജ് സ്ട്രക്ചറിൽ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ആർഗ്യൂ ചെയ്തത് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമൻ ആക്ടിവിറ്റിയാണ് ആൻഡ് അത് എവരുടെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും.
മീനിങ് ഒരിക്കലും ഫിക്സഡ് അല്ല. അത് വേർഡ്സ് എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് അതിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അടുത്ത അതിലെ ഒരു മെയിൻ ടോപ്പിക്കാണ് ലാംഗ്വേജ് ഗെയിംസ്. ഈ ലേറ്റർ വിക്കിംഗ് സ്റ്റൈലിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ലാംഗ്വേജ് ഗെയിംസ്. ലാംഗ്വേജ് ഗെയിംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ലാംഗ്വേജിനെ യൂസ് ചെയ്യുന്നതിനെ ഡിഫറൻറ്റ് വേയ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പല രീതികൾ നമ്മൾ ലാംഗ്വേജിനെ ഓർഡേഴ്സ് കൊടുക്കാൻ ഉപയോഗിക്കാറുണ്ട്. ആസ്കിങ് ക്വസ്റ്റ്യൻസ്, ജോക്കിംഗ്, പ്രേയിങ്, പ്രോമിസിങ്, ഇങ്ങനെ പല രീതിയിൽ നമ്മൾ ലാംഗ്വേജിനെ യൂസ് ചെയ്യും. ഓരോ ലാംഗ്വേജ് ഗെയിമിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ഗെയിംസ് സജസ്റ്റ് ചെസ് ഓർ ഫുട്ബോൾ ചെസ് കളിക്കും പോലെ ഈ ഓരോ ലാംഗ്വേജിനും ലാംഗ്വേജ് ഗെയിമിനും അതിൻ്റെതായിട്ടുള്ള റൂൾസ് ഉണ്ട്. അടുത്ത മീനിങ് അസ് യൂസ് അഥവാ യൂസ് തിയറി ഓഫ് മീനിങ്. വിഗിൻസ്റ്റൈൻ്റെ ഒരു ഫേമസ് സ്റ്റേറ്റ്മെന്റ് ആണ് ദ മീനിങ് ഓഫ് എ വേർഡ് ഈസ് ഇറ്റ്സ് യൂസ് ഇൻ ദ ലാംഗ്വേജ്. അതായത് വേർഡ്സിന് ഒബ്ജക്റ്റിനെ നെയിം ചെയ്യുന്നത് കൊണ്ട് മാത്രം മീനിങ് കിട്ടുന്നില്ല. മീനിങ് വരുന്നത് ആ വേർഡ്സിനെ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിൽ നിന്നാണ്. മീനിങ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കും സോഷ്യലും ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, പെയിൻ എന്ന് പറയുന്ന ഒരു വേർഡിന് മീനിങ് കിട്ടുന്നത് അത് ലൈഫ് സിറ്റുവേഷനിൽ എങ്ങനെ ആപ്ലിക്കബിൾ ആവുന്നു അല്ലെങ്കിൽ എങ്ങനെയാണത് ലൈഫ് സിറ്റുവേഷനിൽ വരുന്നത് എന്ന് നോക്കിയിട്ടാണ്. അടുത്ത അതിനകത്ത് വരുന്ന ടോപ്പിക് റിജക്ഷൻ ഓഫ് എസെൻഷ്യലിസം ആൻഡ് ഫാമിലി റിസംബിൾസ്. വിഗിൻസ്റ്റൈൻ ഫിക്സഡ് ഡെഫിനിഷൻസ് ഉണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ്സിനെ റിജക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഐഡിയ തന്നെ റിജക്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഫാമിലി റിസംബിൾസിനെയാണ് ഇതിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ചില സിമിലാരിറ്റീസ് കാരണം കോൺസെപ്റ്റ്സിനെ നമ്മൾ ഇത് ചെയ്യും, ലിങ്ക് ചെയ്യും, ഓവർലാപ്പ് ചെയ്യും. പക്ഷേ ഒരു സിംഗിൾ കോമൺ എസൻസ് അതിനുണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ, വൺ കോമൺ ഫീച്ചർ ഇല്ലാത്ത ഗെയിംസ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അതിനെ ഒരുമിച്ച് ഗെയിംസ് എന്ന് പറയുന്നത്, അതായത് ക്രിക്കറ്റ്, ഫുട്ബോൾ എന്ന് പറയുന്ന രണ്ട് ഗെയിംസ് എടുത്ത്, ചെസ് എന്ന ഗെയിംസ് എടുത്തെങ്കിൽ ഈ മൂന്നിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമില്ല. പക്ഷേ ഇതിനെല്ലാം നമ്മൾ ഗെയിംസ് എന്ന് പറയുന്ന ഒരൊറ്റ കാറ്റഗറിയിൽ ഇടും. അങ്ങനെ. അടുത്ത പ്രൈവറ്റ് ലാംഗ്വേജ് ആർഗ്യുമെന്റ്. വിഗിൻസ്റ്റൈൻ ആർഗ്യൂ ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആണ്. കാരണം അതിനെ ചെക്ക് ചെയ്യാൻ, കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ ഒരു വഴിയില്ല. രണ്ട്, റൂൾസിനെ പ്രൈവറ്റ്ലി ഫോളോ ചെയ്യാൻ പറ്റില്ല. മൂന്ന്, മീനിങ്ങിന് പബ്ലിക് ക്രൈറ്റീരിയ ആവശ്യമുണ്ട്. സോ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ സോഷ്യലി മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. സോ എനിക്ക് വേണ്ടിയിട്ടൊരു ഭാഷ, വേറൊരാൾക്ക് വേണ്ടി വേറൊരു ഭാഷ, അങ്ങനെ പലർക്ക് പല ഭാഷ പോസിബിൾ അല്ല എന്നാണ് പറയുന്നത്. അടുത്ത് ഫംഗ്ഷൻ ഓഫ് ഫിലോസഫി അഥവാ ഫിലോസഫി ആസ് എ തെറാപ്പി. ലേറ്റർ വിഗിൻസ്റ്റൈൻ ഫിലോസഫിയുടെ ഫംഗ്ഷനെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഫിലോസഫിയെ കുറിച്ച് പറയുന്നത് അത് തിയറീസ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, റിയാലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, മെറ്റാഫിസിക്കൽ ട്രൂത്തിനെ ഡിസ്കവർ ചെയ്യുന്നില്ല. പകരം അദ്ദേഹം പറയുന്നത് ഫിലോസഫി ചെയ്യുന്നത് ലാംഗ്വേജിനെ ക്ലാരിഫൈ ചെയ്യുന്നു, കൺഫ്യൂഷനെ റിമൂവ് ചെയ്യുന്നു, ആൻഡ് എങ്ങനെയാണ് ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടതെന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അദ്ദേഹം പറയുന്നത് ലിംഗ്വിസ്റ്റിക് കൺഫ്യൂഷനുള്ള, അതായത് ലാംഗ്വേജിന്റെ കൺഫ്യൂഷനുള്ള ഒരു തെറാപ്പിയാണ് ഫിലോസഫി. കൺക്ലൂഷനിൽ അദ്ദേഹം പറയുന്നത് വിഗിൻസ്റ്റൈൻ്റെ ഫിലോസഫി എന്ന് പറഞ്ഞാൽ ഒരു മേജർ ഷിഫ്റ്റ് കാണിക്കുന്നുണ്ട്. ഏർലി വിഗിൻസ്റ്റൈൻ ഫോക്കസ് ചെയ്യുന്നത് ലോജിക്, പിക്ചർ തിയറി, ഐഡിയൽ ലാംഗ്വേജ്. ഇതാണ് അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള 3 പോയിന്റ്സ്. ലേറ്റർ വിഗിൻസ്റ്റൈൻ ഫോക്കസ് ചെയ്യുന്നത് ലാംഗ്വേജ് ഗെയിംസ്, മീനിങ് ആസ് യൂസ്, ഫിലോസഫി ആസ് തെറാപ്പി. അദ്ദേഹത്തിന്റെ വർക്ക് മോഡേൺ ഫിലോസഫിയെ തന്നെ ഒരുപാട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അതായത് ഒരുപാട് ഫിലോസഫിക്കൽ പ്രോബ്ലംസ് ലാംഗ്വേജിന്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് കാരണമാണ് ഉണ്ടാകുന്നത്, അല്ലാതെ റിയാലിറ്റിയിൽ നിന്നല്ല ഉണ്ടാകുന്നത് എന്ന് അദ്ദേഹത്തിന്റെ വർക്ക്സ് കാണിച്ചു തന്നിട്ടുണ്ട്.